അപ്പോൾ ഒത്തിരി രോഗികൾ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട്. ഈ ഡയബറ്റീസ് കാരണം, വെരിക്കോസ് കാരണം, കാലിലെ രക്തഓട്ടം കുറയുന്നത് കാരണം അവർക്കെല്ലാം കാലിൽ ഉണങ്ങാത്ത മുറിവുകളാണ്. അപ്പോൾ അവർ പല സ്ഥലത്ത് പോയിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുന്നവരുണ്ട്. വളരെ നാളായിട്ട് അവരുടെ കാലിലെ മുറിവുകൾ ഉണങ്ങാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മുറിവുകൾ ഉണങ്ങാനായിട്ട് നമ്മൾ അതിൻ്റേതായ ഒരു സയൻറ്റിഫിക് അപ്രോച്ച് നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലെന്താണ് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ, ഈ മുറിവ് ഉണ്ടാവാനുള്ള കാരണം വെരിക്കോസ് കാരണമാണോ, ഷുഗറിൻ്റെ ന്യൂറോപ്പതിയാണോ, വാസ്കുലോപ്പതിയാണോ, അതോ മെയിൻ രക്തക്കൊള്ളിലുള്ള ബ്ലോക്ക് ആണോ? ഇതെല്ലാം കണ്ടെത്താനുള്ള ആൻജിയോഗ്രാം, ഡോപ്ലർ സ്കാൻ, ഡയബറ്റിക് ഓൺ ഫുഡ് സ്റ്റഡി, അതായത് അമലയിൽ നമുക്ക് യുണീക്കായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അമല ഓൺ കെയർ ഡയബറ്റീസ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബയോതെസ്യോമീറ്റർ ഉണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂറോലൈറ്റ്, ന്യൂറോസ്റ്റിം തെറാപ്പീസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഡയബറ്റിക് ക്ലിനിക്കിൻ്റെ അണ്ടറിൽ തന്നെയുണ്ട്. മാത്രമല്ല നമുക്ക് നെഫ്രോളജി, ഫിസിഷ്യൻ, ഡയറ്റീഷ്യൻ എല്ലാവരുടെയും സേവനം ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഈ ഉണങ്ങാത്ത മുറിവുകൾക്ക് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു പാക്കേജ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരണം എന്നുണ്ടെങ്കിൽ ഓൺ കെയർ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതനുസരിച്ച് സർജൻ, ഫിസിഷ്യൻ, നെഫ്രോളജിസ്റ്റ് എല്ലാവരും അടങ്ങുന്ന ഒരു ടീം നിങ്ങളെ നോക്കിയിട്ട് ആ കാലിലെ മുറിവ് ഉണങ്ങാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അമല ഓൺ കെയർ ഡയബറ്റീസ് എന്നുള്ളൊരു ഫെസിലിറ്റി എല്ലാവരും ഉപയോഗിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്.